പിന്നെ ഷാജുൻ കരേൽ സാറിന്റെ മൃദുഭാവേദ ദൃഢകൃത്യം. ഹീറോ ആയിട്ട് ഉള്ള മൂവി ഗംഭീര. സണ്ണി ലിയോണൊക്കെ ആ സണ്ണി ലിയോണിന്റെ പാട്ടിലൊക്കെ എന്നാൽ ആദ്യത്തെ മൂവി തന്നെ സണ്ണി ലിയോണിന്റെ കൂടെയൊക്കെ അഭിനയിച്ചില്ലേ പാട്ടൊക്കെ. അത് ഇറങ്ങുന്ന സമയത്ത് വേറെ ലെവലിലേക്ക് അതെ ചരിത്രം മാറ്റിയിരുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു വിചാരിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവമായി മാറുന്നു. കാരണം അവരൊക്കെ ആയിരുന്നു പ്രൊമോഷൻ ചെയ്തത്. സണ്ണി ലിയോണിന്റെ പേജിലൊക്കെ ഇപ്പോഴും നോക്കിയാൽ മതി, നമ്മുടെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ വെച്ചിട്ട് അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെ ഇത്രയും ആഗ്രഹിച്ചിട്ട് അത്രയും ഒരു ഇതിൽ എത്താതിരിക്കുമ്പോൾ ഭയങ്കര ഒരു പെയിൻ ഉണ്ടാവില്ലേ ഉള്ളില്? അല്ല, അത് സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പല നല്ല സിനിമകളും ചിലപ്പം ഹിറ്റാവാതെ പോകാറുണ്ട്. ഓരോരുത്തരുടെ ജോണർ ഉണ്ടാവില്ല. ഇപ്പം ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇപ്പം കോടികൾ ചിലവാക്കിയ പടങ്ങൾ പോലും ചിലപ്പം ഇതായി പോകുന്നില്ല. ചില കണ്ടന്റാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സ്ക്രിപ്റ്റ്, നല്ല സ്റ്റോറി ആണെങ്കിൽ അതിൽ പുതിയ ആൾക്കാരാണെങ്കിലും അഭിനയിക്കുന്ന ആരാണെങ്കിലും ആ പടം ജനങ്ങൾ അംഗീകരിക്കും. ആൾക്കാരുടെ മെന്റാലിറ്റി മാറി ഇപ്പം വലിയ സ്റ്റാർസ് വേണമെന്നൊന്നും ഇല്ല. അങ്ങനെയാണല്ലോ എല്ലാവരും വളർന്നു വരുന്നത്. അപ്പോ അതിലാണ് ആ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. സണ്ണി ലിയോണിന്റെ കൂടെയുള്ള അവരുടെ കൂടെ ഞാൻ ആ സമയത്ത് ഷൂട്ടിന് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചാണല്ലോ. അപ്പൊ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആ സീനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്റെ കൈ പിടിച്ചിട്ട് കുറെ ആൾക്കാർ കൈ ഒന്ന് തരുമോ, സണ്ണി ലിയോണിന്റെ തൊട്ട കൈ ഒന്ന് തരുമോ. എന്നാലും ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരു ആളാണ്. നല്ല പേഴ്സണാലിറ്റി അങ്ങനെ ഒരാള്. കാരണം ജാടയോ ഒന്നുമില്ല. എന്നെ പോലത്തെ ഒരു പുതുമുഖത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ഇത്ര അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ സീൻ ചെയ്യുന്ന സമയത്ത് എന്റെ മുഖത്ത് ഇവിടുന്നൊക്കെ അല്ലേ കൂൾ 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 ആ കൂൾ കൂൾ. കാരണം അവർക്ക് സംഭവം, അവർക്ക് ഈ പണി ഇങ്ങനെ അവർക്ക് പോണ്ടേ. എന്നെ കൂളൊക്കെ ഞാനാണ് ഇവര് മുന്നിൽ വന്ന് ഇങ്ങനെ മുഖത്തോടെ മുഖം നോക്കുമ്പോ എനിക്ക് കൈയൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഇവിടുന്നൊക്കെ എന്താ രോമാഞ്ചാണോ? രോമാഞ്ചല്ല, നമ്മൾ സിനിമയിലല്ലേ അവരെ കണ്ടിട്ടുള്ളൂ. സിനിമയിലാണോ? അവരുടെ ഏത് സിനിമയാ കണ്ടേ? അതുകൊണ്ട് അവരെ നേരിട്ട് കാണാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സണ്ണി ഇത്രയും നാള് നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ട് അവരെ ഫോണിലല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ.